അടുത്തിടെ പുറത്തിറങ്ങിയ ബബ്ബബ എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതമൊരുക്കാൻ തന്നെ ബന്ധപ്പെട്ടത് നായകനായ ദിലീപായിരുന്നുവെന്ന് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ. അവസാന നിമിഷമാണ് ബബ്ബബ തന്നിലേക്ക് വന്നത്. ദിലീപ് തന്നെ വിളിച്ച് ഗോപി ഒരു പടമുണ്ട്, രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ഗോപി സുന്ദർ പറഞ്ഞു. സ്വന്തം യൂട്യൂബ് ചാനലിൽ ഗാനരചയിതാവ് ബി ഹരിനാരായണനുമായുള്ള സംഭാഷണത്തിലാണ് ഗോപി സുന്ദർ ഇക്കാര്യം പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ പശ്ചാത്തല സംഗീതമൊരുക്കിയ സിനിമ ഏതെന്ന ഹരിനാരായണന്റെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ് ഗോപി സുന്ദർ ബബ്ബബയുടെ അനുഭവം പറഞ്ഞത്. ഷാൻ റഹ്മാനായിരുന്നു ചിത്രത്തിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയത്. 15 മുതൽ 20 ദിവസം വരെയാണ് ഞാൻ ഒരു സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതമൊരുക്കാൻ പൊതുവെ എടുക്കുന്ന സമയം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പശ്ചാത്തല സംഗീതം ചെയ്ത സിനിമ നീക്കോ ഞാച്ചയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് 5 ദിവസം കൊണ്ടാണ് 10 വർഷം മുമ്പ് ആ ചിത്രം ചെയ്തത്. അങ്ങനെയൊരു സാഹചര്യമായിരുന്നു അത് എന്ന് കരുതി ഞാൻ രാത്രി മുഴുവൻ പണിയെടുക്കുന്ന ആളല്ല, പകൽ മാത്രമാണ് ജോലി ചെയ്യുന്നത്, ഗോപി സുന്ദർ പറയുന്നു. വേറൊരു സംഗീത സംവിധായകൻ ചെയ്ത് മിക്സിംഗ് തിയേറ്ററിലെത്തിയ സിനിമ നിർമ്മാതാവ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് 1.5 ആഴ്ച മുമ്പാണ് എന്റെ അടുത്തേക്ക് വരുന്നത്. ബായ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യണം, ബാക്കി ഞങ്ങൾ പഴയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മുഴുവൻ ചെയ്തു, ചെയ്യുകയാണെങ്കിൽ മുഴുവനായേ ചെയ്യൂ, പാതി ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അത് അങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നു, അങ്ങനെ സംഭവിച്ചു, അദ്ദേഹം ഓർത്തെടുത്തു. ബബ്ബബയുടെ കാര്യവും അങ്ങനെയാണ്. അവസാന നിമിഷമാണ് എന്നിലേക്ക് വരുന്നത്. ഒരുപക്ഷെ വേറൊരു സംഗീത സംവിധായകന് നൽകിയാൽ പറഞ്ഞ സമയത്ത് റിലീസ് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. എന്റെ കഴിവ് കണ്ടിട്ടോ സ്നേഹം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല, ഇയാൾക്ക് മാത്രമേ ഈ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടാവും. ഡിസംബർ 18 എന്ന റിലീസ് ഡേറ്റ് മാറ്റാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഡു ഓർ ഡൈ സാഹചര്യത്തിൽ പെട്ടെന്ന് ദിലീപേട്ടൻ വിളിച്ചു പറഞ്ഞു, ഗോപി ഒരു പടമുണ്ട്, ചെയ്യണം, രക്ഷപ്പെടുത്തണമെന്ന്. ആളുകൾ തിയേറ്ററിൽ സിനിമ കാണുകയാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ കണ്ണും പൂട്ടി ഡാൻസ് കളിച്ച് പാട്ടും പാടി എൻജോയ് ചെയ്ത് ബ്രെയിൻ ഓഫ് ചെയ്തു വെച്ച് കാണുന്ന സിനിമ പോലെയായിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ബ്രെയിൻ ഓഫ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തിട്ടുണ്ട്, ഗോപി സുന്ദർ കൂട്ടിച്ചേർത്തു.